ഹൃദയപൂർവം ഭാഗം 94. ഞാൻ തിരിച്ചു പോകുന്നതിന് ഒരു കാരണമുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ളവരെ നിങ്ങളെ വേദനിപ്പിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും. അങ്ങനെ ഒരു മടങ്ങിപ്പോക്ക് എനിക്കുണ്ടാകുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് ആയിരിക്കില്ല. അത് ഞാൻ ഉറപ്പു പറയും. ആര് പറഞ്ഞാലും ആ വാക്ക് ഞാൻ ഇനി മാറ്റില്ല. അവൾ പറഞ്ഞു. എന്നാ പിന്നെ താൻ കളയാൻ പോകുന്ന ആ ജീവിതം എനിക്ക് തന്നൂടെ? തന്റെ ജീവൻ അതെനിക്ക് തന്നൂടെ? വേദനിപ്പിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ശരത്ത് കുറച്ചുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഒന്നും മിണ്ടാനാകാതെ അവൾ കണ്ണുകൾ വിടർത്തി അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ എന്താണ് ഭാവമെന്ന് പോലും ആ മഴയിലും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് തിരിഞ്ഞ് നടന്നത്. ദേവു, നിൽക്ക്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. എനിക്ക് പെട്ടെന്ന് മറുപടി തരണ്ട. നീ ആലോചിച്ച് സമയമെടുത്ത് തന്നാ മതി. അത് പെട്ടെന്ന് വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്നിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതത്തില് നീ അല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാകില്ല. ഇത് നിന്നെ പ്രണയം പറഞ്ഞ് പറ്റിച്ച ഹരി പറയുന്ന പോലെയുള്ള വാക്കല്ല. ഇത് പറയുന്നത് ശരത്താണ്. ശരത്തിനു ഒറ്റ വാക്കേയുള്ളൂ. അതുകൊണ്ട് ഇനി ഈ ശരത്തിന്റെ മനസ്സിലോ ജീവിതത്തിലോ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ദേവികയായിരിക്കും. ഓർത്തോ നീ? അവൻ പറഞ്ഞതും നടന്നു പോയ അവൾ പെട്ടെന്ന് നിന്നു. എന്നാലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങളുടെ എന്നല്ല, ഇനി ഒരാളുടെ ജീവിതത്തിലേക്കും ഈ ദേവിക കടന്നു പോകില്ല എന്ന് തീരുമാനിച്ചതാണ്. ഈ ജന്മം ആരുടെയും ഭാര്യ പദവി എനിക്ക് വേണ്ട. എനിക്ക് പറ്റില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. പറ്റും ദേവിക. ഇനി നീ മറ്റാരുടെയും ഭാര്യ പദവി സ്വീകരിക്കില്ല, ഈ എന്റെ അല്ലാതെ. പിന്നെ നീ കണ്ടിട്ടുള്ള പുരുഷന്മാരെ പോലെ അല്ല, ഞങ്ങളെപ്പോലെയുള്ള കുറച്ചുപേര് കൂടിയുണ്ട്. അറിയണമെങ്കിൽ കൂട്ടുകാരിയോട് ചോദിച്ചു നോക്കിയാൽ പറയും എങ്ങനെയാണ് പ്രണയമെന്നും സ്നേഹിക്കപ്പെടുന്നത് എന്നും. ശരത്ത് പറഞ്ഞു. അവളുടെ പുറകെ തന്നെ വന്നുകൊണ്ടാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ പറയുന്നത് ഒന്നും കേൾക്കാത്തതുപോലെ അവൾ നടന്നു. കേൾക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലെവിടേക്ക് കൊള്ളുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നടന്നു. നിനക്കൊരു കൊടയെടുക്കാറുന്നില്ലേടാ? ഇതിപ്പോ കോഴിയും നനഞ്ഞു, നമ്മളും നനഞ്ഞു, ഉദയൻ പറഞ്ഞു. പിന്നെ നീ അല്ലേടാ എന്നോട് വരാൻ പറഞ്ഞു വിളിച്ചത്? ഞാൻ നിന്റെ കൂടെ പോരല്ലേ ചെയ്തത്. മഴ പെയ്യുന്ന നിനക്കറിയില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഗണിച്ചു നോക്കിയില്ലായിരുന്നു, ഉദയൻ പറഞ്ഞു. രണ്ടുപേരും കോഴീനെയും വാങ്ങിക്കൊണ്ട് വരുന്ന വരവാണ്. ദേ നനഞ്ഞു പോകുന്നു. അപ്പോഴാണ് ദേവു നനഞ്ഞുകൊണ്ട് വരുന്നത് കാണുന്നത്. അവളുടെ പുറകെ തന്നെ വരുന്ന ശരത്തിനെയും കണ്ടു. ആ വരവ് അത്ര പന്തിയല്ലല്ലോ. നീ വാ നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വാങ്ങിയ കോഴികളെയും കൊണ്ട് നടന്നു. കോഴികളെ കോഴിക്കൂട്ടിലാക്കിയിട്ട് അവർ ശരത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ദേവിക അടുക്കള ഭാഗത്തേക്ക് ചെന്നു. മോള് നനഞ്ഞൂലേ, ഞാൻ വേഗം പോയി തോർത്തെടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ വേഗം തന്നെ തോർത്തെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. മോളെ, ഒരു കാര്യം ചെയ്യ്, എന്തായാലും നനഞ്ഞില്ലേ, മോളതെ പുറത്ത് ബാത്റൂമിൽ കുളിച്ചോ. അപ്പോഴേക്കും അമ്മ ലക്ഷ്മിയോട് മോളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ടുവന്ന് തരാൻ പറയാം, ടീച്ചറമ്മ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് പോയി. അവിടെ നിൽക്കുന്ന മാധവിനെയോ ഉദയനെയോ ശരത്തിനെയോ അവൾ നോക്കിയില്ല. ഇതെന്ത് പറ്റി? അങ്ങോട്ട് പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. നീ അവളോട് പറഞ്ഞോ? ഉദയൻ ചോദിച്ചു. പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ നിനക്കിഷ്ടമാണെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അവള് കളയാൻ പോകുന്ന ജീവനും എനിക്ക് തരാൻ പറഞ്ഞു, അത്ര തന്നെ. ശരത്ത് പറഞ്ഞു. കളയാൻ പോകുന്ന ജീവിതോ? നീ എന്തൊക്കെയാ പറയുന്നേ? മാധവ് ചോദിച്ചു. പിന്നീട് ശരത്ത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്ര പെട്ടെന്ന് പറയണ്ടായിരുന്നു, ഉദയൻ പറഞ്ഞു. അതല്ല ഉദയ, അവൻ പറഞ്ഞത് നന്നായി. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും ആർക്കും പിടികൊടുത്തിട്ടില്ല. ഇവന്റെ ഇഷ്ടം, ഇവന്റെ പ്രണയം അവൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവിക്കാനൊക്കെ ഒരു തോന്നൽ വരും. അതോടൊപ്പം ഇവിടെ നിൽക്കാനും അവൾക്കൊരു ധൈര്യമൊക്കെ കിട്ടും. അതുകൊണ്ട് അവൻ പറഞ്ഞതിൽ തെറ്റില്ല. ഇപ്പോ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടിരിക്കുന്നത്. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരിക്കും. പെട്ടെന്നൊരു മറുപടി നീ പ്രതീക്ഷിക്കരുത് ശരത്ത്. ഒരിക്കലും അവളുടെ മറുപടി പോസിറ്റീവ് ആവില്ല എന്ന് എനിക്കറിയാം മാധവ്. അവളെ പോസിറ്റീവ് മറുപടിയിലേക്ക് എത്തിക്കേണ്ടത് എന്റെ കടമയാണ്. ഒരിക്കലും ഞാനൊരു ഹരിയോ
ഈശ്വരോ അല്ല എന്ന് അവൾക്ക് ബോധ്യം വരണം. അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും കൂടി അവളെ ബോധ്യപ്പെടുത്തേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. അവൾ കണ്ടിരിക്കുന്ന അവളുടെ സഹോദരന്മാരെ പോലെയോ ഹരിയെ പോലെയോ ഈശ്വരനെ പോലെയോ ഒന്നുമല്ല ആണുങ്ങളെന്ന് നമ്മൾ അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അവൾക്ക് മനസ്സിലാകണം, ഒരുപാട് ഭാര്യയെ സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന, കൂടെ ചേർത്ത് പിടിക്കുന്ന, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാനുണ്ട് എന്ന് പറയുന്ന പുരുഷന്മാരുണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കും. കാരണം അവളുടെ ഫാമിലി പോലെയല്ല നമ്മൾ, അവൾ ജീവിച്ച ചുറ്റുപാട് പോലെയല്ല ഈ ചുറ്റുപാട്. അതുകൊണ്ട് പെട്ടെന്ന് അവളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ശരത്ത് പറഞ്ഞു. ഈ ഉറപ്പ് മതി. നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നിന്റെ പ്രണയം സത്യസന്ധമാണെങ്കിൽ നിന്റെ കൂടെ എന്തിനും ഞങ്ങളുണ്ടാകും. അവളെ നിന്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും, മാധവ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അതെ, 3 മഴ നനഞ്ഞു നിൽക്കാനാണോ പരിപാടി അവിടെ? മാഷച്ചനാണ് വന്ന് ചോദിച്ചത്. അയ്യോ അല്ല അച്ഛാ, ഇവൻ പറഞ്ഞു മഴ കൊണ്ടിട്ട് കുറെ നാളായെന്ന് പറഞ്ഞു. ഞങ്ങളെ പിടിച്ചു നിർത്തിയതാണ് ഇവിടെ. ഉദയൻ ശരത്തിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഞാനോ? എപ്പോ? ഇല്ല മാഷച്ച, ഞാൻ വരുമ്പോ ഇവര് രണ്ടുപേരും മഴ നനഞ്ഞു വന്നതാ, ശരത്ത് പറഞ്ഞു. മതി മതി, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി കുളിച്ചിട്ട് വാ. രാവിലെ ഒരു കുളി കഴിഞ്ഞതാ, ഇനി കുളിക്കണോ? തല തുടച്ച് ഡ്രസ്സ് മാറി കേറിയാ പോരെ? ഉദയൻ ചോദിച്ചു. എന്തെങ്കിലും കാണിക്ക്, അവിടെ പിള്ളേരെല്ലാം വിശക്കുന്നു എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വന്നിട്ട് വേണം ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. വേഗം വരാൻ നോക്ക്. ദേ ടീച്ചറെ, ആ തോർത്തെടുത്ത് കൊടുത്ത 3 മാഷ് പറഞ്ഞതും ആ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ ടീച്ചറമ്മ തോർത്തുമായിട്ട് വന്നു. 3 പേർക്കും കൊടുത്തു. അപ്പോഴേക്കും ദേവിക കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവിടെ നിൽക്കുന്നവരെ ആരെയും നോക്കാതെ അടുക്കള ഭാഗത്ത് കൂടി അകത്തേക്ക് കയറിപ്പോയി. മോളെ, നന്നായിട്ട് തല തുടയ്ക്കണോട്ടോ. രാസ്നാദി ലച്ചുവിന്റെ കയ്യിലുണ്ടാകും, എടുത്തിട്ടോ. മഴയും കൊണ്ടു, പിന്നെ വെള്ളം മാറി കുളിക്കുകയും കൂടി ചെയ്തതാണേ, ടീച്ചറമ്മ പറഞ്ഞു. അവൾ അതിന് ഒന്നും മിണ്ടിയില്ല. അവൾ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ട ലക്ഷ്മി പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. ദേവു എന്ന് വിളിച്ചുകൊണ്ടാണ് ലക്ഷ്മി റൂമിലേക്ക് ചെല്ലുന്നത്. അവൾ ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിലിരുന്ന് തല കുനിച്ച് മുഖം പൊത്തിയിരിക്കുന്ന ദേവുനിയാണ്. ദേവു, എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അവളുടെ അടുത്തിരുന്നു. ലച്ചു, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അല്ലേ? ദേവു ചോദിച്ചു. അതിന് മാത്രം എന്താ ഉണ്ടായേ? എന്താ പറ്റിയത് നിനക്ക്? ഞാൻ കാരണം ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും തോന്നുന്നു ലച്ചു. എനിക്ക് നീ കാരണം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? നിന്നോട് ശരത്തേട്ടൻ വല്ലതും പറഞ്ഞോ? ലക്ഷ്മി ചോദിച്ചതും ദേവു ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. പറ ദേവു, ശരത്തേട്ടൻ എന്തെല്ലാം പറഞ്ഞോ നിന്നോട്? പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഒരിക്കലും നടക്കില്ല ലച്ചു. ഇനി എന്റെ മനസ്സിലോ എന്റെ ഈ ശരീരത്തോ ഒരു പുരുഷനും കൈവയ്ക്കില്ല. ഞാൻ കൊടുക്കില്ല ആർക്കും. കത്തിച്ച് കളഞ്ഞൻ എന്റെ ഈ ശരീരം, ദേവു പറഞ്ഞു. എന്താ ദേവു നീ പറയുന്നേ? ഒരുത്തൻ നിന്റെ ഇഷ്ടമില്ലാതെ, നിന്റെ സമ്മതമല്ലാതെ നിന്നെ തൊട്ടു എന്ന് കരുതി നീ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്? ദേ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിന്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇനി നീ ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ നീ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിരിക്കും. സമയമുണ്ട്, ഇനിയും ആലോചിക്കാം. പിന്നെയാണെങ്കിലും വേണ്ടെന്നാണെങ്കിലും വേണ്ട, ആരും നിർബന്ധിക്കുന്നില്ല. ശരത്തേട്ടന് നിന്നെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ പ്രഷർ ചെയ്യില്ല. നിന്റെ ജീവിതമാണ്, നിന്റെ ഇഷ്ടമാണ്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ? വേണ്ട ലച്ചു, എനിക്കൊന്നും കേൾക്കണ്ട. ശരി, നീ ഒന്നും കേൾക്കണ്ട. ഒരു കാര്യം ചെയ്താലോ? നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയാലോ? നീ വരുന്നുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം. എനിക്കറിയാം ഇവിടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ. പോകാം, ലക്ഷ്മി ചോദിച്ചു. ഇപ്പൊ വേണ്ട, പോണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് പോകാം, ദേവു പറഞ്ഞു. ശരി, വൈകിട്ട് പോകാം. പക്ഷേ അതുവരെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. എടാ, ഒരാൾക്ക് ഇഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ലേ? നമ്മളോട് എത്ര പേര് കോളേജിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരോടും ഇഷ്ടമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തൊക്കെ നമ്പർ ഇറക്കിയെന്ന് നിനക്കറിയില്ലേ? അതുപോലെ തന്നെ ശരത്തേട്ടന് നിന്നെ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി. പുള്ളിയും ഒരു നിരാശ കാമുകൻ ലുക്കായിരുന്നേ. കുറെ വിഷമിച്ചു.
ഞാനിവിടെ വന്നപ്പോൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടതാ, ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതാ. എനിക്കറിയില്ല ലച്ചു, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ശരത്തേട്ടനെ കണ്ടിട്ടുണ്ട്. എപ്പോ? നീ ഓർക്കുന്നില്ലേ? നീ ഒരിക്കൽ അമ്മ വീട്ടിൽ പോയപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് എന്നെ ചേച്ചി വന്ന് വിളിച്ചു കൊണ്ടുപോയത് അമ്മ വീട്ടിൽ നിന്ന്. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഡോക്ടറെ കണ്ടെന്ന്. ആ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത്. ഉവ്, ഓർക്കുന്നുണ്ട്. ഭാര്യമാരെ സഹായിക്കുന്ന ഭർത്താവിനെ കുറിച്ച് അല്ലേ? അത് അത് ഈ ശരത്തേട്ടനായിരുന്നോ? ലക്ഷ്മി ചോദിച്ചു. അതെ, ഈ ശരത്തായിരുന്നു അത്. ഈശ്വര, ഇതെന്തി കേൾക്കുന്നേ? അപ്പോ നിനക്ക് ശരത്തേട്ടനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ഡോക്ടറോട് സംസാരിച്ച പെട്ടെന്നൊന്നും ആരും ഈ ഡോക്ടറെ മറക്കില്ലാന്ന്. അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ദേവ് പറഞ്ഞു. നീ എന്നിട്ട് ഈ കാര്യം പറഞ്ഞോ ശരത്തേട്ടനോട്? പറഞ്ഞു. ആളും കേട്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു. പിന്നെ ഷോക്കല്ലാതിരിക്കോ? ഇത് ശരിക്കും എന്തൊക്കെയൊരു മാജിക്കൽ പവർ നടക്കുന്നത് പോലെ തോന്നുന്നു ദേവു. നിങ്ങൾ രണ്ടുപേരെയും ദൈവമായിട്ട് വീണ്ടും കണ്ടുമുട്ടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു, ലക്ഷ്മി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഇത് ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ദേവു, നീ ഇനിയിപ്പോ അതിനെപ്പറ്റി സംസാരിക്കണ്ട, വിട്. നീ പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ടൊന്ന് ക്ഷേത്രത്തിൽ പോവാം. പക്ഷേ ഇവിടെ നീ സങ്കടപ്പെട്ടിരിക്കരുത് കേട്ടോ. ഇവിടെ നീ സങ്കടപ്പെട്ടിരുന്നാലേ ഒരുപാട് പേര് നിന്റെ കൂടെ സങ്കടപ്പെടും. ഒരുപക്ഷെ നീ തിരിച്ച് ഒരുപാട് സന്തോഷത്തിലിരുന്നാല് നിന്റെ കൂടെ ഒരുപാട് പേര് സന്തോഷത്തിലിരിക്കും. അതുകൊണ്ട് സങ്കടത്തിലിരിക്കല്ലേ. വാ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണമെങ്കിൽ ഞാൻ ശരത്തേട്ടനോട് സംസാരിക്കാം. ഇനി നിന്റെ മുന്നിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് ശരത്തേട്ടൻ വരില്ല. ആ ഒരു ഉറപ്പ് ഞാൻ തരട്ടെ? ലക്ഷ്മി ചോദിച്ചു. വേണ്ട, ഇനി ഇനി ഇതൊരു പ്രശ്നമാക്കാൻ നിൽക്കണ്ട. ആരെയും അറിയിക്കാൻ നിൽക്കണ്ട. ഇതിവിടെ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇനി അങ്ങനെ ഒരു കാര്യം സംസാരിച്ചാൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ദേവു പറഞ്ഞു. അത്രയേ ഉള്ളൂ. എന്നാ മുഖമൊക്കെ തുടച്ചിട്ട് വന്നേ എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെ അവളുടെ മുഖമെല്ലാം തുടച്ചു കൊടുത്തു. അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. ശരത്തിനെ കാണാതെ ലക്ഷ്മി നോക്കി. ശരത്തേട്ടനെവിടെ? അവൻ അങ്ങോട്ട് പോയി. അപ്പോ ഭക്ഷണം കഴിക്കാൻ വരില്ലേ? ലക്ഷ്മി ചോദിച്ചു. വരും, ഡ്രസ്സ് മാറാൻ പോയതാണ്. അപ്പൊ മാധവേട്ടനോ? മാധവേട്ടനും നനഞ്ഞു തന്നെ വന്നത്, ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട്, മാഷച്ചനാണ് പറഞ്ഞത്. അല്പസമയം കഴിഞ്ഞതും എല്ലാവരും വന്നു. ശരത്ത് ദേവുവിനെ നോക്കി. ആ സമയം തന്നെയാണ് ദേവുവും ശരത്തിനെ നോക്കിയത്. ശരത്ത് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും ദേവുവിന്റെ ചുണ്ടില് പുഞ്ചിരിയില്ല എന്ന് ശരത്ത് ശ്രദ്ധിച്ചു. അതെ ടീച്ചറമ്മേ, വൈകിട്ട് ഞാനും പിന്നെ ദേവും കൂടി അമ്പലത്തിൽ പൊയ്ക്കോട്ടെ? ലക്ഷ്മി ചോദിച്ചു. അതെന്താ നിങ്ങൾ മാത്രം പോകുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി പോവാനേ, ഇഷാനി പറഞ്ഞു. ആണോ? നിങ്ങളും വരുവോ? സാധാരണ മഴ പെയ്ത പുറത്തിറങ്ങില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്, ലക്ഷ്മി പറഞ്ഞു. ആ, അവൾക്ക് വെള്ള അലർജിയാണ്. എന്നാലും നീ എന്താ അമ്പലത്തിൽ പോകാന്ന് കരുതിയത്? അത് വേറൊന്നുമല്ല, ഇന്ന് നവീന്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ പോകുകയാണെങ്കിൽ ഒന്ന് കയറി കാണാലോ. നാളെയല്ലേ അവിടെ താമസം. പിന്നെ നാളെ അവിടെ നിന്ന് എല്ലാവരും എന്നെ കാണാൻ വരല്ലേ. നല്ലൊരു ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോക്ക് നടക്കില്ല. വൈകുന്നേരം ആണെങ്കിലും പോയാൽ മതിയല്ലോ, ദൈവം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഇഷാനി പറഞ്ഞു. ഓ അങ്ങനെ. എന്നെ ഒരു കാര്യം ചെയ്യ്, ഇപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പൊയ്ക്കോളൂ. ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ പോയിട്ട് വാ. അവിടെ ആവുമ്പോ മോള് കണ്ടിട്ടില്ലല്ലോ, നല്ല രസമുണ്ട് അവിടെ കാണാൻ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങള് കോഴിയൊക്കെ റെഡിയാക്കി വെക്കാം. എന്തു പറയുന്നു? ടീച്ചറമ്മ പറഞ്ഞു. അത് ശരിയാ, മക്കളെല്ലാവരും കൂടി പോയിട്ട് വാ, മാഷച്ചനും പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെയാകാല്ലേ? എല്ലാവരും ഒരുമിച്ച് തന്നെ തീരുമാനിച്ചു. എന്നാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം റെഡിയായിക്കോളൂ, സീതാമ്മയും പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് റെഡിയാവാനായി പോയി. ഞാൻ പോയി എന്റെ ഡ്രസ്സ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി വേഗം റൂമിലേക്ക് ചെന്നു. അവൾക്ക് ധരിക്കാനുള്ള സെറ്റുമുണ്ടും ആഭരണങ്ങളും എല്ലാം എടുത്ത് തിരിയുമ്പോഴാണ് മാധവ് റൂമിലേക്ക് വരുന്നത്. എങ്ങോട്ട് പോകുന്നു? മാധവ് ചോദിച്ചു. മാധവേട്ട, ശരത്തേട്ടൻ ദേവുവിനോട് പറഞ്ഞു. ഒരു കണക്കിന് നന്നായി, ഒരുപാട് വലിച്ചു നീട്ടാതെ അവൻ കാര്യം പറഞ്ഞല്ലോ. അതിന്റെ ചെറിയൊരു വിഷമമുണ്ട് അവൾക്ക്.
ഉണ്ടാകും, സാരല്ല. ഞാനൊന്ന് അവളുടെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ. ഇപ്പൊ അവളുടെ കൂടെ ഞാൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു മാധവേട്ട. ലക്ഷ്മി പറഞ്ഞു. പോയിട്ട് വാ. ഇപ്പോഴല്ല, ഇനി അങ്ങോട്ട് എപ്പോഴും എൻ്റെ ലച്ചു അവളുടെ കൂടെ ഉണ്ടാകണം. ലച്ചു മാത്രമല്ല, നമ്മളെല്ലാവരും ഉണ്ടാകും. നമ്മുടെ പ്രണയവും സ്നേഹവും ഇഷ്ടവും എല്ലാം നിന്റെ ദേവു കാണണം. അവൾ അനുഭവിച്ചതല്ല, ഇങ്ങനെയും പ്രണയമുണ്ട്, ഇങ്ങനെയും പരസ്പരം സ്നേഹിക്കാമെന്ന് അവൾ കണ്ടറിയണം. അപ്പോഴേ അവളുടെ ഈ മനസ്സിന് ഒരു മാറ്റം സംഭവിക്കൂ. അതുകൊണ്ട് അവളുടെ മുന്നിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങാണ്, പ്രണയിക്കാൻ തുടങ്ങാണ്. നമ്മൾ മാത്രമല്ല, ഉദയനും സാന്ദ്രയും ഇഷാനിയും നവീനും, പിന്നെ ഗംഗയ്ക്ക് ഇപ്പൊ കൂട്ടില്ല, സന്ദീപ് വരണമല്ലോ. തൽക്കാലം ദേവു നമ്മുടെ പ്രണയവും നമ്മുടെ ജീവിതവും കാണട്ടെ. എന്നിട്ട് അവൾ സ്വയം തീരുമാനിക്കട്ടെ ഇതുപോലൊരു ലൈഫ് അവൾക്ക് വേണമെന്ന്. മാധവ് പറഞ്ഞു. ഓ, അപ്പൊ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ചെറുതായിട്ട്. ഞങ്ങളുടെ പ്ലാനിങ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ശരിയാ പറഞ്ഞത്. കണ്ടറിഞ്ഞ് തന്നെ അവൾ അറിയണം ഇതുപോലെ പ്രണയമുണ്ടെന്ന്, ഇതുപോലെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. അവൾ കണ്ടതല്ല പ്രണയം, അവൾ അറിഞ്ഞതല്ല പ്രണയം എന്ന് അറിയണം. ലക്ഷ്മിയും പറഞ്ഞു. എന്നാ പോയിട്ട് വാ, ഞാനപ്പോഴേക്കും റെഡിയാവാം, അവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു. ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഓടിയിറങ്ങി പോകുന്നത് കണ്ട് മാധവ് അവൾ ചുംബിച്ച കവളിൽ കൈവച്ചുകൊണ്ട് നോക്കി നിന്നു. ഇതേ സമയം ഈശ്വർ അവൻ്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിക്കുകയായിരുന്നു. സന്ദീപ് എല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. അവൻ്റെ ചുണ്ടില് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഈശ്വറിനെ ഹരിയും സച്ചിദേവും സഞ്ജയും എല്ലാം കൂടി പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയും സന്ദീപും മാത്രമാണ് ഒരു സ്ഥലത്ത് മാറിയിരുന്ന് അവനെ തന്നെ നോക്കിയിരുന്നത്. അപ്പോഴാണ് സന്ദീപ് മുത്തശ്ശിയെ നോക്കിയത്. മുത്തശ്ശിയും സന്ദീപിനെ നോക്കി. ആ സമയം മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നത് സന്ദീപ് കണ്ടു. സന്ദീപിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കുട്ടി സുഖമായിട്ടെത്തി അല്ലേ? മുത്തശ്ശി ചോദിച്ചതും എവിടെ? എനിക്കറിയാം കുട്ടിയെ, എൻ്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചതാ. നോക്കിക്കൊള്ളണം കേട്ടോ, വിട്ടുകൊടുക്കരുത്. ഇവനെന്നല്ല, ഇവിടെയുള്ളവർക്ക് അവളെ വിട്ടുകൊടുക്കരുത് കേട്ടോ, മുത്തശ്ശി പതിയെ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.